ഹലോ മക്കളെ, വിഷ്ണുമായ ടീച്ചറാണ്. അപ്പോൾ എല്ലാവർക്കും സൈലത്തിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്താണെടാ, മലയാള ഫസ്റ്റ് ആണ്, അതായത് കേരള പാഠാവലി. അപ്പോൾ നമ്മൾ ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന വീഡിയോയിൽ ടീച്ചർ പറഞ്ഞു തന്നിരുന്നു, അതായത് എന്തൊക്കെയാണ് നമുക്ക് മലയാളം ഫസ്റ്റിൽ പഠിക്കാനുള്ളത്, ഏതൊക്കെയാണ് ചാപ്റ്റർ, എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും വരിക, എങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തൊട്ട് മുമ്പ് വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ മലയാള ഫസ്റ്റിലെ ആദ്യത്തെ യൂണിറ്റിനെ കുറിച്ചാണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാം, മലയാള സെക്കൻഡിനെ അപേക്ഷിച്ച് കുറേ കൂടെ പാഠഭാഗങ്ങൾ പഠിക്കാനുള്ളതും അല്ലേ, കുറേ കൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ളതൊക്കെ എവിടെയാണ്, മലയാള ഫസ്റ്റിലാണ്. കഴിഞ്ഞ തവണ നമ്മുടെ പബ്ലിക് എക്സാമിൽ കുട്ടികൾക്ക് വിഷമമുള്ള ഒരു വിഷയങ്ങളിലൊന്നും എന്ത് തന്നെയായിരുന്നു, മലയാളം ഫസ്റ്റ് ആയിരുന്നു. അത് ലാസ്റ്റ് മിനിറ്റിലേക്കൊക്കെ എന്ത് ചെയ്യുന്നതുകൊണ്ടാണ്, നമ്മൾ പഠിക്കാൻ വേണ്ടി വെക്കുന്നതുകൊണ്ടാണ്. പിന്നെ കുറേ കാര്യങ്ങളല്ലേ നമുക്ക് എന്താണ് വായിക്കാനും എഴുതാനും ഒക്കെ മടിയുള്ള ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. അതൊക്കെ കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ തെറ്റ് നമുക്ക് വീണ്ടും ആവർത്തിക്കരുത്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ എന്ത് ചെയ്യുന്നത്, രസമായിട്ട് ലളിതമായിട്ട് നമ്മൾ നേരത്തെ തുടങ്ങിയാൽ എന്താണ്, അത്ര എഫേർട്ട് നമുക്ക് കുറഞ്ഞു കിട്ടും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്യാൻ പോവാണ്, കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു യൂണിറ്റ് ആണ് കേട്ടോ. 5 യൂണിറ്റിലായിട്ട് ഏകദേശം 14ഓളം പാഠഭാഗങ്ങളാണ് നമുക്ക് മലയാള ഫസ്റ്റിൽ പഠിക്കാനുള്ളത് ഈ ഒരു അക്കാഡമിക് ഇയറിൽ. അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തുമെന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭാഷയെക്കുറിച്ച്, മാതൃഭാഷയിലുള്ള വ്യത്യസ്തങ്ങളായ പ്രധാനപ്പെട്ട അല്ലെ ഒരുപാട് പ്രധാനപ്പെട്ട കൃതികൾ നമ്മുടെ മലയാള ഭാഷയിലുണ്ട്. മലയാള ഭാഷയെ സമ്പന്നമാക്കിയിട്ടുള്ള ഒരുപാട് കൃതികളുണ്ട് അല്ലടാ. അപ്പോൾ അത്തരത്തിലുള്ള കൃതികളെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റിലൂടെ അല്ലെ. മാത്രമല്ല മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, എങ്ങനെയാണ് നമ്മുടെ മാതൃഭാഷയിലൂടെ നമ്മുടെ സംസ്കാരം പൂവിടുന്നത്, എങ്ങനെയാണ് ക്യാരക്ടർ അല്ലെ, എങ്ങനെയാണ് നമ്മുടെ കൾച്ചർ ഫോം ചെയ്യുന്നത്, ഇതൊക്കെ എന്ത് ചെയ്യണോ നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കണം. കാരണം നമുക്കറിയാം, തീർച്ചയായിട്ടും നമ്മുടെ സ്വഭാവ രൂപീകരണമാവട്ടെ, നമ്മുടെ സംസ്കാരമാവട്ടെ, അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്ന് എന്ത് തന്നെയാണ്, ഭാഷ എന്ന് പറയുന്നതാണ് അല്ലെ, മാതൃഭാഷയാണ്. അപ്പോൾ ഭാഷയെക്കുറിച്ചുള്ള ഒരു യൂണിറ്റാണ് ഈ ഒരു അല്ലെ, ഭാഷയെക്കുറിച്ച് പറയുന്ന 3 പാഠഭാഗങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്നാണ് ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര്. യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗം എന്ന് പറയുന്നത് ഏതാണ്, കഥകൾ അതിമോഹനം എന്ന് പറയുന്ന പാഠഭാഗമാണ്. രണ്ടാമത്തെ പാഠഭാഗം സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന് പറയുന്ന പാഠഭാഗമാണ്. മൂന്നാമത്തത് എന്താണ്, മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി എന്ന് പറയുന്ന പാഠഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ എഴുത്ത് രീതികളെ നമ്മുടെ സാഹിത്യത്തിൽ, മലയാള സാഹിത്യത്തിൽ ഉണ്ടായിരുന്ന അല്ലെ, നമ്മളെ അത്ഭുതകരമായി നമ്മൾ ഇന്നും നോക്കിക്കാണുന്ന മികച്ച കൃതികളെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്മൾ 8ലും 9ലും ഒക്കെ നമ്മൾ പഠിച്ചു വന്ന രീതി തന്നെയാണ് ഇവിടെയുള്ളത്. അതായത് നമുക്ക് എന്താണ്, ഓരോ യൂണിറ്റിനും അല്ലെ, ഓരോ യൂണിറ്റ് തുടങ്ങുമ്പോഴും ആ യൂണിറ്റിൽ പ്രത്യേകം ഏതെങ്കിലും ഒരു അല്ലെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ ആയിരിക്കും ആ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ആ യൂണിറ്റിനോട് അനുബന്ധിക്കുന്ന പാഠഭാഗങ്ങളാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ എന്താണ്, ആ യൂണിറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രവേശകം ഉണ്ടാവും അല്ലെ. അപ്പോൾ ഇവിടെ നമുക്ക് പ്രവേശകമായി തന്നിരിക്കുന്ന എന്താന്ന് നോക്കൂ നിങ്ങൾ, ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന അല്ലെ വളരെ മനോഹരമായ മലയാള സാഹിത്യത്തെ അല്ലെ, ഖസാക്കിന് മുമ്പും ശേഷവും എന്ന് പറയുന്ന തരത്തിൽ വരെ അടയാളപ്പെടുത്തിയിട്ടുള്ള വളരെ മനോഹരമായ, അത്രയും അല്ലെ എന്താ പറയുക, ചർച്ച ചെയ്യപ്പെട്ട, പഠന വിധേയമാക്കപ്പെട്ട ഒരു നോവലാണ് അല്ലെ. മലയാളത്തിന്റെ ഒരു എന്താ പറയുക, സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കൃതിയാണ് ഖസാക്കിന്റെ ഇതിഹാസം. അത്രമേൽ വായിക്കപ്പെട്ടിട്ടുള്ള ഒരു നോവൽ കൂടെയാണ് കേട്ടോ. അപ്പൊ ഖസാക്കിന്റെ ഇതിഹാസത്തിലുള്ള ഒരു ഭാഗമാണ് നമുക്ക് എന്തായി തന്നിരിക്കുന്നത്, ഇവിടെ പ്രവേശകമായി തന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഖസാക്കിന്റെ ഇതിഹാസം നിങ്ങൾ വായിച്ച ആളുകൾ ഉണ്ടെങ്കിൽ ഇവിടെ കമന്റ് ചെയ്യണം കേട്ടോ. ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്ന, സാങ്കല്പികമായിട്ടുള്ളൊരു നാടിനെ കുറിച്ച്, ഗ്രാമത്തെക്കുറിച്ചുള്ള അല്ലെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടിൽ ഒ വി വിജയൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഭയങ്കരമായ അമൂല്യമായ ഒരു സമ്പത്താണ് നമ്മളുടെ ഖസാക്കിന്റെ ഇതിഹാസം മലയാള സാഹിത്യത്തെ സംബന്ധിച്ച് കേട്ടോ. അപ്പോൾ ഒ വി വിജയനാണ് അത് എഴുതിയത്. ഒ വി വിജയൻ എന്ന സാഹിത്യകാരൻ്റെ ഒരു മാസ്റ്റർ പീസ് നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ അല്ലെ അത്രമേൽ പ്രിയപ്പെട്ട അല്ലെങ്കിൽ അത്രമേൽ പ്രധാനപ്പെട്ട ഒരു നോവലിലെ ഭാഗമാണ്. അപ്പോൾ പുതിയ കൃതികളെ അല്ലെ, മലയാളത്തിലെ അതിസമ്പന്നമായ സാഹിത്യ കൃതികൾ എന്ത് ചെയ്യാണ്, നമ്മളെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ എന്തിനുണ്ട്, ഈ ഒരു യൂണിറ്റിനുണ്ട്. ഓക്കെ, അപ്പോൾ
അങ്ങനെ അത്രമേൽ പ്രാധാന്യമുള്ളൊരു നോവലാണ് നമ്മുടെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാലോ ഒ വി വിജയനെ കുറിച്ച് നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒ വി വിജയൻ എന്ന് പറയുന്നത് മലയാളത്തിൽ ആധുനികതാ സാഹിത്യത്തിന് അടിത്തറ പാകിയിട്ടുള്ള സാഹിത്യകാരനാണ്. അദ്ദേഹം ചിത്രകാരനാണ്, കഥാകാരനാണ്, നോവലിസ്റ്റ്, കാർട്ടൂണിസ്റ്റ്, പത്രപ്രവർത്തകൻ, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ എന്താണ് തൻ്റെതായിട്ടുള്ള സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരു പ്രതിഭാശാലിയായിരുന്നു നമുക്ക് പറയാം. ഒരു സർവകലാ വല്ലഭൻ എന്നൊക്കെ സകലകലയാണോ എന്തായാലും ഒരു വല്ലഭനായിരുന്നു എല്ലാ രീതിയിലും അല്ലെ. അപ്പോൾ അദ്ദേഹത്തിന്റെ കൃതികൾ എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ട്, ഇപ്പോൾ നമ്മളുടെ ഖസാക്കിന്റെ ഇതിഹാസമൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് എന്താണ് ചർച്ച ചെയ്യപ്പെട്ട ഒരു നോവൽ കൂടെയാണ്. ഓക്കെ, അപ്പൊ എന്തിനാണ് സാഹിത്യകാരന്മാരെ കുറിച്ചും ഒരു നോവലിനെയൊക്കെ കുറിച്ച് ഇത്രമേൽ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ, നമ്മൾ പാഠഭാഗം മാത്രം പഠിച്ചാൽ പോരെ എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ നമുക്കുണ്ടാവും. അപ്പോൾ മലയാളം ഒരിക്കലും അങ്ങനെയല്ല പഠിക്കുക. നമ്മൾ ടെക്സ്റ്റ് മാത്രം വായിച്ചിട്ടല്ല മലയാളം പഠിക്കുക അല്ലെ. നമ്മളൊരു എഴുത്തുകാരനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാഠഭാഗം പഠിക്കുന്ന സമയത്ത് അത് എഴുതിയ എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ അല്ലെ, വളരെ പ്രധാനപ്പെട്ട കൃതികളാണെങ്കിൽ അത്തരം കൃതികളുടെ പ്രത്യേകതകൾ ഇതൊക്കെ നമ്മൾ പഠിക്കണം. കാരണം അത്തരത്തിലൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരും. ഓക്കെ, അപ്പം അത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്ന കുട്ടികൾക്കല്ലേ നല്ല മാർക്കൊക്കെ കിട്ടുക. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ പാഠം പഠിച്ചു പോകുക എന്നുള്ളതല്ല. എല്ലാ കാര്യവും എന്താണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണോ, ആ ഒരു പാഠഭാഗത്ത് നിന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പറ്റുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ മലയാളത്തിൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഒരുപാട് പ്രധാനപ്പെട്ട കൃതികൾ അല്ലേ, നമ്മുടെ ഖസാക്കിന്റെ ഇതിഹാസം മാത്രമല്ല കേട്ടോ, നമ്മുടെ ഏതാണ് ധർമ്മപുരാണം, മധുരം ഗായതി, അങ്ങനെ ഒരുപാട് കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒ വി വിജയന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ചെറുകഥകൾ ഒരുപാടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറുകഥയാണ് ഇത് കടൽ തീരത്ത് എന്ന് പറയുന്ന ഒരു ചെറുകഥയുണ്ട്. വെള്ളായപ്പൻ അല്ലെ കഥാപാത്രമായി കണ്ടുണി എന്ന് പറയുന്ന മകനെ ജയിലിലാക്കപ്പെട്ടൊരു മകനെയും അച്ഛനും തമ്മിലുള്ള വളരെ വൈകാരികമായിട്ടുള്ള ഒരു കഥ പറയുന്ന വളരെ രസമുള്ള ഒരു കഥയാണ് ഏതെന്ന് പറയുന്നത് കടൽ തീരത്ത് എന്ന് പറയുന്ന കഥ കേട്ടോ. അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട കൃതികൾ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള സാഹിത്യകാരനാണ് ഒ വി വിജയൻ. ഓട്ടുപുലാക്കൽ വേലുക്കുട്ടി വിജയൻ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. ഓക്കെ, ക്ലിയർ ആയോ മക്കൾക്ക്, മനസ്സിലായോ? യെസ്, അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഖസാക്കിന്റെ ഇതിഹാസം, ധർമ്മപുരാണം, ഗുരുസാഗരം, മധുരം ഗായതി, പ്രവാചകന്റെ വഴി, തലമുറകൾ, ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി, ഇങ്ങനെ ഒരുപാട് കൃതികൾ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രവേശകമായിട്ട് തന്നിട്ടുള്ളത് നമ്മൾ ഇത്ര നേരവും സംസാരിച്ചുകൊണ്ടിരുന്ന ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന ആ ഇതിഹാസം അല്ലെ, അത്ര ഇതിഹാസ തുല്യമായിട്ടുള്ള ഒരു നോവലാണ് കേട്ടോ. ആ കൃതിയിലുള്ള ഒരു കുഞ്ഞു ഭാഗമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ, അതെന്താ നോക്കിയാലോ. ഇന്നൊരു കഥ പറയാം, അയാള് പറഞ്ഞു അല്ലെ. ഇന്നൊരു കഥ പറയാം എന്ന് പറയാണ്, ഒരു അധ്യാപകനാണ് കേട്ടോ, രവി എന്ന് പറയുന്ന അധ്യാപകൻ ക്ലാസ്സിൽ പറയാണ് ഇന്നൊരു കഥ പറയാം അല്ലെ. എന്ത് കഥയാ വേണ്ടത് എന്ന് ചോദിക്കുകയാണ്, കുട്ടികളോട് ചോദിക്കുകയാണ്. അപ്പൊ കഥകൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ജീവിതം തന്നെ എന്താണ് കഥയാണ് അല്ലെ. ആർക്കാ കഥ ഇഷ്ടമില്ലാത്തത്? എല്ലാവർക്കും കഥകൾ ഇഷ്ടമല്ലേ. നമുക്ക് ഒരുപാട് കഥകളൊക്കെ നമുക്ക് പറയാനുണ്ട് കേട്ടോ. യെസ്, അപ്പോൾ നന്മകളും നേരുകളും തിരിച്ചറിവുകളും ഒക്കെ നമുക്ക് ചെറിയ പ്രായത്തിലൊക്കെ നമുക്ക് എങ്ങനെയാണ് ഈ നന്മയും തിന്മയും തെറ്റും ശരിയും ഒക്കെ നമുക്ക് മനസ്സിലാവുക എങ്ങനെയാടാ, നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കഥകളിലൂടെയല്ലേ അല്ലെ, നമുക്ക് പറഞ്ഞു തരുന്ന കഥകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നന്മ തിന്മകളെ കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, കരുണയെക്കുറിച്ച് ഒക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ആ കഥകളിലൂടെയും അല്ലെ പാട്ടുകളിലൂടെയൊക്കെയാണ്. അപ്പോൾ കഥകൾ എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും ജീവിതം തന്നെയാണ് അല്ലെ. ആ നന്മകളെയും തിന്മകളെയും ഒക്കെ നമ്മൾ തിരിച്ചറിയുന്നത് കഥകളിലൂടെയാണ് അല്ലെ. അപ്പൊ കഥ പറഞ്ഞും അല്ലെങ്കിൽ കഥയിൽ ജീവിച്ചൊക്കെയാണ് ജീവിതത്തെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, കഥയുള്ളതാക്കി മാറ്റുന്നതെന്നുള്ളതാണ്. അപ്പൊ കഥ എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ്. ഓക്കെ, അപ്പൊ ഖസാക്കിലെ രവി എന്ത് ചെയ്യാണ്, കുഞ്ഞുങ്ങളോട് പറയുന്ന കഥയാണ്, കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് കേട്ടോ. അതിൽ മാനവികതയുടെ ഒരു കഥയാണ്, അല്ലെങ്കിൽ മാനവികതയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കഥയാണ് ഇത് ഈ രവി മാഷ് പറഞ്ഞു കൊടുക്കുന്ന കഥ കേട്ടോ. അപ്പൊ കുട്ടികളെല്ലാം ഒരു ഒന്നിച്ചെന്ത് ചെയ്യാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി അല്ലെ. ഏത് കഥയാ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കുട്ടികളൊക്കെ നമ്മളെ ക്ലാസ്സിലും അങ്ങനെയല്ലേ, എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യണം. അപ്പൊ ഏത് കഥയാ അപ്പൊ പറയാ, ഏത് കഥയാ വേണ്ടതെന്നൊക്കെ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങാണ് ഇവര് കേട്ടോ. അപ്പോ അതിലൊരു കുട്ടിയാണ് സാർ സുറുമയിട്ടൊരു പെൺകുട്ടി എന്ത് ചെയ്യാണ്, ആ കണ്ണിലെ അല്ലെ നല്ല സുറുമയൊക്കെ ഇട്ടിട്ടുള്ള ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നു, കൈ ഉയർത്തി കാട്ടാണ്. എന്നിട്ട് പറയൂ അല്ലെ, പറയൂ. രവി പറഞ്ഞു ആ കുട്ടീനോട്, പറയൂ എന്താണ് കൈ പൊക്കിയത്, എന്താ പറയൂ. സർ, ആരും ചാകാത്ത കഥ അല്ലെ. എങ്ങനത്തെ കഥയാ വേണ്ടത്, കഥ എന്നാണേ പറയണേ.
എങ്ങനത്തെ കഥയാണ് വേണ്ടതെന്ന് പറയുന്ന ആരും ചാകാത്ത കഥ വേണമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ എന്തൊരു രസമുള്ള കുഞ്ഞു കുട്ടിയാണ് പറയുന്നത് അല്ലേ. ആരും ചാകാത്ത അല്ലെ, ആർക്കും ഒന്നും സംഭവിക്കാത്ത നന്മയുടെ നീരുള്ള കഥ വേണം എന്നാണ് ആ കുഞ്ഞു പറയുന്നത് അല്ലേ. രവി ചിരിച്ചു പോയി. അവള് തുടുത്തു അല്ലെ, അവളും തുടുക്കുകയാണ്, ചിരിക്കുകയാണ് കേട്ടോ. എന്താ പേര്? രവി ചോദിച്ചു. കുഞ്ഞാമിന. ശരി, രവി പറഞ്ഞു. അങ്ങനെ രവി എന്ത് ചെയ്യാൻ തുടങ്ങി? കഥ പറയാൻ ഒരുങ്ങാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ മാനവികതയുടെ അല്ലെ, കുഞ്ഞാമിനയ്ക്ക് എന്താണ്, ആരും ചാവാത്ത കഥയാണ് കേൾക്കേണ്ടത്, ആർക്കും ഒന്നും സംഭവിക്കാത്ത കഥ അല്ലെ. അപ്പൊ ആ കുഞ്ഞാമിന എന്ന് പറയുന്ന കുഞ്ഞിന്റെ ആ കുരുന്നു മനസ്സിലെ മോഹം എന്താണ്? തിരിച്ചറിവും അല്ലെ, ആഗ്രഹവും അല്ലെ, ആ വിശാല മനസ്സും ഒക്കെ എന്ത് ചെയ്യാണ്? നമുക്കിതിലൂടെ തിരിച്ചറിയാൻ പറ്റുന്നല്ലാണ്. നോക്കൂ, ഇവിടെ ഒരു ചോദ്യം കൂടെ കൊടുത്തിട്ടുണ്ട്. കഥ മാത്രമല്ല, എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം. ഭാഷ എന്ന് പറയുമ്പോൾ ഏത് ഭാഷയാണ്? മാതൃഭാഷ വേണം അല്ലെ. അപ്പൊ നമ്മൾ ഉള്ളിൽ കാണുന്ന സ്വപ്നം എപ്പോഴും എന്തായിരിക്കും? നമ്മൾ ഇംഗ്ലീഷിലാണോ സ്വപ്നം കാണുക? അല്ല അല്ലെ, അവനവന്റെ മാതൃഭാഷയിലാണ് നമ്മൾ സ്വപ്നം കാണുക. ഞാൻ പലപ്പോഴും മക്കളോട് പറയാറുണ്ട് അല്ലെ, നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഭാഷ ഏതാണ്? നമ്മൾ സ്വപ്നം കാണുന്ന ഭാഷ അതേതാണോ അതാണ് നമ്മുടെ മാതൃഭാഷ അല്ലെ. അപ്പൊ നമുക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്കത് അല്ലെ, എനിക്ക് വല്ലാതെ വേദനിക്കും, എനിക്ക് വല്ലാതെ സങ്കടമാവുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അല്ലെ, അതിന്റെ ഇമോഷൻ വൈകാരികമായിട്ട് നമുക്കത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് നമ്മൾ ഏത് ഭാഷയിൽ പറയുമ്പോഴാണ്? അവനവന്റെ മാതൃഭാഷയില്ലേ. നമ്മൾ ഇമോഷനൊക്കെ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നത് ഏത് ഭാഷയിലൂടെയാണ്? അവനവന്റെ മാതൃഭാഷയിലൂടെയാണ് അല്ലെ. അപ്പൊ മാതൃഭാഷയുടെ പ്രാധാന്യത്തെ കൂടെ വിളിച്ചോദിക്കുന്ന അല്ലെങ്കിൽ വിളിച്ചു പറയുന്ന ഒരു ഭാഗമാണ് അല്ലെ, ഒരു കഥ അല്ലെ, സന്ദർഭമാണ് നമ്മുടെ നോവലിലുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ മക്കൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പോൾ കഥ എന്ന് പറഞ്ഞ മനുഷ്യകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, മനുഷ്യന്റെ ജീവിത കഥ തന്നെയാണ് ആക്ച്വലി അല്ലെ. അപ്പോൾ കഥ കേൾക്കാനും വായിക്കാനും എഴുതാനും ഒക്കെ വളരെ ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവ് തന്നെ ആർക്കുണ്ട്? മനുഷ്യർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യന് മാത്രമാണ് ഈ കഥകളുള്ളത് അല്ലെ. എന്തോരം കഥകളാണ് ഓരോ മനുഷ്യർക്കും ഓരോ അല്ലെ. നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നിങ്ങൾ ഒരുപാട് കഥകൾ കേൾക്കാറില്ലേ അല്ലെ. അപ്പോൾ അതിനൊക്കെ എത്ര ആളുകളാണ് അതിനു വേണ്ടി കാത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ കഥ കേൾക്കുക എന്ന് പറയുന്നത് ഭയങ്കര, ഇപ്പൊ AI ഒക്കെ വെച്ചിട്ട് എന്താണ് ഭയങ്കര രസമായിട്ടൊക്കെ എന്താണ് സ്റ്റോറി ടെല്ലിങ്, ജീവിത കഥയായിരിക്കാം, ചിലപ്പോൾ മറ്റേതെങ്കിലും കഥകളായിരിക്കാം, ഭയങ്കര രസമായിട്ട് ആളുകൾ അല്ലെ കൗതുകത്തോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വല്ലാത്തൊരു കഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിപാടിയൊക്കെ ഉണ്ട് ഏഷ്യാനെറ്റില്. ഭയങ്കര രസമാണ് അല്ലെ. ചിലപ്പോൾ ഒരു ദുരൂഹതയൊക്കെയുള്ള കഥകളാണെങ്കിൽ പോലും അദ്ദേഹം ഇത് പ്രസന്റ് ചെയ്യുന്നതും അതിന്റെ ഭാഷയൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ കഥകൾ കേൾക്കാൻ മനുഷ്യർക്ക് എന്താണ് വളരെ ജന്മസിദ്ധമായിട്ടുള്ള ഒരു അല്ലെ, ഒരു വാസന ഉണ്ട് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് ജീവിക്കാനും ജീവിതം ആസ്വദിക്കാനും ഒക്കെ ഭാഷ വേണം. അപ്പൊ ഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ച് കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. അപ്പോ അല്ലെ, ഭാഷയിലെ മികച്ച കൃതികൾ എന്ത് ചെയ്യാണ് ഈ ഒരു യൂണിറ്റിലൂടെ നമുക്കിവിടെ പരിചയപ്പെടുത്താണ് അല്ലെ. അപ്പൊ ഇവിടെ കുഞ്ഞാമിനയുടെ കഥയെക്കുറിച്ചുള്ള അല്ലെ, അല്ലെങ്കിൽ കഥയെക്കുറിച്ചുള്ള കുഞ്ഞാമിനയുടെ കാഴ്ചപ്പാട് നൽകുന്ന സൂചനകൾ ചോദിക്കാം, അല്ലെങ്കിൽ ഈ കഥാഭാഗം നൽകുന്ന സന്ദേശം എന്താണെന്ന് ചിലപ്പോൾ നമ്മളോട് ചോദ്യം ചോദിക്കാം. കഥ പറച്ചിലിന്റെയും കേൾക്കലിന്റെയും കഥയുടെയും എന്തെല്ലാം സാധ്യതകളാണ് ഈ പാഠഭാഗത്ത് തെളിയുന്നത്, അല്ലെങ്കിൽ ഈ പ്രവേശക ഭാഗത്ത് തെളിയുന്നത്, തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പോൾ സമാധാനവും ശാന്തിയും സ്വച്ഛതയും അല്ലെ, ഒരു എന്താ പറയാ, അങ്ങനെ ഈ സമാധാനം പുലരുന്ന ഒരു ലോകത്തെ കുറിച്ചുള്ള കുഞ്ഞിന്റെ അല്ലെ, ആ കുട്ടിയുടെ കുരുന്ന മനസ്സിന്റെ കാഴ്ചപ്പാടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആരും ചാകാത്ത കഥ വേണമെന്ന് പറയുന്ന പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അതേപോലെ എന്താണ് സംഭാഷണത്തിലെ നാടകീയത നമുക്ക് കാണാം. സർ എന്നൊക്കെ റിപ്പീറ്റ് ചെയ്ത് വിളിക്കുന്നതിലുള്ള ആവർത്തിക്കുന്ന ഒരു ഭംഗി നമുക്ക് കാണാം. അതേപോലെ ഗുരു ശിഷ്യ സംവാദനത്തിൽ അല്ലെ, അവരുടെ എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ്റെ അല്ലെ, അവരുടെ സംസാരിക്കുന്നതിൻ്റെ ഒക്കെ ഒരു ശൈലി ഭയങ്കര രസമായിട്ട് നമുക്ക് ഈ ഒരു നോവലിൽ കാണാൻ പറ്റുന്നു. അതേപോലെ എന്താണ് നാടോടി കഥ അല്ലെ പറയുന്ന തരത്തിലുള്ളൊരു രീതിയിലാണ് ഈ ഒരു ഭാഗം എന്ത് ചെയ്തിരിക്കുന്നത് വിഭജന എഴുതിയിട്ടുള്ളത് അല്ലെ. പിന്നെ അതുപോലെ രവി കഥ പറയാൻ ഒരുങ്ങി, ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങൾ എന്താണ് ഒരു ദൃശ്യഭാഷ നമ്മളിങ്ങനെ കാണുക അല്ലെ. തിരക്കഥയിലൊക്കെ കാണുന്ന പോലെ കഥ പറയാൻ ഒരുങ്ങി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ദൃശ്യഭാഷയുടെ ഒരു സൗന്ദര്യം കൂടെ എന്ത് ചെയ്യണു ഈ വരികളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു. അതേപോലെ കഥയുടെ അവതരണ ശൈലി ആവട്ടെ, ഭാഷയുടെ പ്രയോഗമാവട്ടെ, പ്രതീകാത്മകത, ഇങ്ങനെ OV വിജയന്റെ രചനയെ വളരെയധികം അല്ലെ വ്യത്യസ്തമാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ OV വിജയന്റെ പൊതു രചനാശൈലിയിൽ അദ്ദേഹം എല്ലാ കൃതികളും എഴുതി വരുന്ന ഒരു ശൈലിയുണ്ട് ഓരോ എഴുത്തുകാർക്കും അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഇത്തരം ശൈലികൾ, അതിപ്പോ കഥ അവതരിപ്പിക്കുന്ന രീതി ആയിക്കോട്ടെ, ഭാഷയുടെ പ്രയോഗമാവട്ടെ, പ്രതീകാത്മകതയാവട്ടെ, ഇതൊക്കെ എന്താണ് വളരെ രസമായ രീതിയിൽ നമുക്ക് ഈ ഒരു ഭാഗത്തും എന്ത് ചെയ്യുന്നു കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ കഥയിൽ പോലും മരണമില്ലാതിരിക്കണം അല്ലെ, സമാധാനം ഉണ്ടായിരിക്കണം, ആരും ചാവാത്ത കഥയാണ് വേണ്ടതെന്ന് പറയുന്ന ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു നിഷ്കളങ്ക മനസ്സിന്റെ അല്ലെ അവതരണം എന്താണ് ഭയങ്കര രസമായിട്ടാണ് കഥയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ. അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് അല്ലെ, ഭയങ്കര രസമായിട്ട് ഒരുപാട് ചിന്തകൾക്ക് അല്ലെ, ആഴത്തിലുള്ള ചിന്തകൾക്ക് ഇടയാക്കുന്ന ഒരു നോവൽ ഭാഗമാണ്
നമ്മുടെ പ്രവേശകമായി നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഈ ഒരൊറ്റ പ്രവേശകത്തിൽ കൂടെ മാത്രം നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യണം, ബാക്കിയുള്ള പാഠഭാഗങ്ങളൊക്കെ രസമായിട്ട് അല്ലേ. അപ്പോൾ ചിലപ്പോൾ പഴയ കഥകളൊക്കെ കേൾക്കുമ്പോൾ അല്ലേ, പഴയ ഭാഷയൊക്കെ കാണുമ്പോൾ നമുക്ക് പലർക്കും അങ്ങ് അല്ലേ എന്താ പറയുക, അയ്യോ ഇത് ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെയുള്ള തോന്നലൊന്നും ഇല്ലാണ്ട് നമുക്ക് രസമായിട്ട് ഒരുപാട് കഥകളിലൂടെ അല്ലേ, നമുക്ക് ചിത്രങ്ങളൊക്കെ വെച്ച് ഭയങ്കര രസമായിട്ട് എന്ത് ചെയ്യണം, ബാക്കിയുള്ള പാഠഭാഗങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ ഇത് തുടങ്ങിയതിൻ്റെ കാരണം എന്ന് പറയുന്നത്, കുറേ പാഠഭാഗങ്ങളുണ്ട്. അപ്പോൾ എല്ലാം അവസാനം ഒരുമിച്ച് പഠിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, ഇതേപോലെ നമുക്ക് പഠിക്കാം. നമുക്ക് യൂട്യൂബിൽ ഈ നമ്മുടെ ഈ ഒരു അല്ലേ നമ്മുടെ എന്താ പറയുക ചാനലിൽ ഈ മലയാള ഫസ്റ്റിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് ഇതേപോലെ എന്ത് ചെയ്യും, നമ്മളിനി പഠിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ടിരിക്കുക അല്ലേ. അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് മുൻപേ കടന്നുപോയ ആളുകളുടെ റിസൾട്ട് വരുന്നൊരു ദിവസമാണ്. അപ്പോൾ ഇപ്പോഴേ എന്തിനാ പഠിക്കുന്നതെന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചിന്ത പോയില്ലേ. അപ്പോൾ ആ ചിന്ത മായാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഈ കഥ പറഞ്ഞു തരുന്നത്. കാരണം എന്താണ്, നിങ്ങൾ നാളെ അല്ലേ, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ റിസൾട്ട് കാത്ത് ഇരിക്കുന്ന മക്കളെ പോലെ ഇരിക്കേണ്ടവർ നിങ്ങളാണ്. ആ ഒരു ദിവസം ഉറപ്പായിട്ടും വരും, വരാതിരിക്കുമെന്നില്ല, ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ആ ഒരു ദിവസം നമ്മളെ തേടി വരുന്ന ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ട്രെയിൻഡ് ആയിരിക്കേണ്ടത്. മാക്സിമം കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്, വർക്കൗട്ട് ചെയ്യേണ്ടത് അല്ലെ, മാക്സിമം ചോദ്യങ്ങൾ പരിശീലിക്കേണ്ടതൊക്കെ ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ്. ഓക്കെ, ആ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം അല്ലേ. പരീക്ഷയുടെ തലേ ദിവസം അല്ല പഠിക്കേണ്ടത്, ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നമ്മൾ നേരത്തെ തന്നെ അതിൻ്റെ എഫേർട്ട് എടുത്തു കഴിഞ്ഞാലാണ് എന്ത്, നമുക്ക് വലിയ ഭാരമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഭയങ്കര ഹാപ്പിയോടെ സന്തോഷമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണ്ടേ നമുക്ക് റിസൾട്ടിന് വേണ്ടിയിട്ട്, വേണ്ടടാ വേണം. അപ്പോൾ ഇപ്പോഴേ എന്ത് ചെയ്യണം, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. കുറേ കാലം കഴിഞ്ഞ് ഫെബ്രുവരിയിലൊക്കെ ഇരുന്നിട്ട് അതിന് വേണ്ടി ആലോചിച്ചിട്ട് കാര്യമില്ല അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ അതിന് വേണ്ടി എന്ത് ചെയ്യുക, തയ്യാറെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളാം. ഇതാണ് നമ്മളുടെ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ബൈ.